മുസ്ലിം ലീഗുകാർ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു അദൃശ്യമായ പോയിന്റ് ഉണ്ട്. അത് മന്ത്രി വി അബ്ദുറഹ്മാൻ. അതെ, നമ്മളിപ്പോൾ മുസ്ലിം ലീഗിന്റെ വേർഷനാണ് കേട്ടത്. നമുക്കിനി കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ ആ പൊന്മുണ്ടത്തെ കോൺഗ്രസ് പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു സവിശേഷ സാഹചര്യം ഇവിടെ പൊന്മുണ്ട പഞ്ചായത്തിൽ രൂപപ്പെടാൻ കാരണം? പുതിയ സാഹചര്യം ഒന്നുമല്ല, കാലങ്ങളായി നിലനിൽക്കുന്ന സംവിധാനം തന്നെയാണ്. നേരത്തെ തന്നെ ഉള്ളൊരു സിസ്റ്റമാണിത്. ആ നിലയിൽ തന്നെയാണ് ഇലക്ഷനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അല്ല, ലീഗുകാർ പറയുന്നു അവർക്ക് ഈ മുന്നണി സംവിധാനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകളിലൊക്കെ കോൺഗ്രസ് അതിനോട് വാശി പിടിച്ച് നിൽക്കുകയാണെന്നുള്ള തരത്തിലാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് സമാനമായി ഇവിടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ, നിലവിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആളെ, നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആളുടെ വോട്ട് വെട്ടാൻ വേണ്ടി എഴുതി കൊടുക്കുന്നു. ഹിയറിംഗിന് അറ്റൻഡ് ചെയ്ത് അത് മറികടക്കുന്നു. അങ്ങനെയൊക്കെ സാഹചര്യം എതിർപക്ഷത്തു നിന്നുണ്ടാവുമ്പോൾ UDF അവർ സന്നദ്ധരായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കൺസേൺ എന്താ? നിങ്ങളുടെ നേതാക്കൾക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടത്? എന്തിനാ? അല്ല, പാർട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത്തരം അച്ചടക്ക നടപടികളൊക്കെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതെല്ലാം അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഗ്രൗണ്ടിൽ വന്നതുകൊണ്ടും മുന്നോട്ട് പോയിട്ടുള്ളതുകൊണ്ടും അതങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഈ സീറ്റുകളുടെ കാര്യത്തിലാണോ ചർച്ചകൾ പാളിപ്പോകുന്നത്? അല്ല, വിശദാംശങ്ങൾ നമ്മൾ എല്ലാം വെളിപ്പെടുത്താൻ കഴിയണമെന്നില്ല. ഡിസ്കഷൻസ് നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണയും അതിനൊരു ആ നിലയിൽ പ്രതീക്ഷ ഒരു വിജയം ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്കുറി ജനകീയ മുന്നണി എത്ര സീറ്റിൽ വിജയിക്കും? ഇവിടെ നിലവിൽ നിങ്ങൾക്ക് കോൺഗ്രസിന് 4 സീറ്റുണ്ട്. അതെ, നിലവിൽ നമ്മളെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള ജനങ്ങളുടെ വികാരത്തെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിൽ 18 സീറ്റുകളാണ് ഇപ്പോൾ കൂടിയ സീറ്റുകൾ അനുസരിച്ച് 18 സീറ്റുകളാണ്. എല്ലാ നിലയിലും എത്ര സീറ്റ് കോൺഗ്രസ്, എത്ര സീറ്റ് CPM മത്സരിക്കുന്നില്ല? എല്ലാ നിലയിലുമുള്ള ഭൂരിപക്ഷം വിജയിക്കാനുള്ളത് നമുക്ക് കിട്ടും എന്ന് നമുക്കറിയാം. പഞ്ചായത്തിന്റെ പ്രാദേശികമായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വികസന പ്രവർത്തനങ്ങളെ മുൻനോക്കി കണ്ടുകൊണ്ട് ജനകീയമായൊരു വികാരത്തെ ടാപ്പ് ചെയ്തുകൊണ്ട് മറ്റെല്ലായിടത്തും CPM-ഉം കോൺഗ്രസും എതിരിടുമ്പോൾ ഇവിടെ ഒന്നിച്ച് നിൽക്കും. അത് ആളുകൾ ചോദ്യം ചെയ്യില്ലേ? ആളുകൾ ഇതെല്ലാം കാണുന്നില്ല. അല്ല, നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി ഔദ്യോഗികമായി അത്തരം ബാന്ധവങ്ങളോ മുന്നണികളോ അല്ലെങ്കിൽ സഖ്യങ്ങളോ തന്നെ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്നതിനെ കുറിച്ച് നാട്ടുകാർ ചിന്തിക്കുമ്പോൾ ഏക ബദൽ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ആ വികാരത്തിനോടൊപ്പം, ആ ജനാഭിലാഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതിന് നേതൃപരമായൊരു പങ്ക് കൊടുക്കുന്നു. CPM-ഉം കോൺഗ്രസും ഇവിടെ വേദി പങ്കിടുന്നുണ്ടോ? നിങ്ങൾ ഈ മത്സരത്തിന്റെ പേരിൽ ഒരേ വേദിയിൽ പങ്കിടുന്നില്ല. ഇല്ല. അതൊക്കെ വെവ്വേറെ കുടുംബയോഗങ്ങളും പരിപാടികളൊക്കെ വെവ്വേറെ തന്നെ. കുടുംബയോഗങ്ങളിൽ ഒന്നിച്ച് ഇല്ല. പിന്നെ ഒരു കൊടി കോരണങ്ങൾ രണ്ടോട്ടുമ്പോഴോ ഒന്നിച്ച് ഭരണം കിട്ടിയാൽ ഒരുമിച്ച്, മജോറിറ്റി കിട്ടിയാൽ ഒരുമിച്ച് ഭരണം പങ്കിടും. ഭരണ പങ്കാളിത്തത്തിൽ ജനകീയ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്നത്. അപ്പൊ അതിന്റെ രൂപത്തിൽ കൂടി പ്രചാരണ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം. പ്രചാരണ വിഷയം പ്രാദേശിക, ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡുകൾ ടാർ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജനങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കണ ഒരു വിഷയത്തിൽ അവർ ഒന്നിനും 15 വർഷത്തോളമായിട്ട് ഇവിടെ എന്തെല്ലാം പരാജയമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് ഭരണസമിതി പരാജയമാണ്, 100% പരാജയമാണ്. ആ ഭരണ പരാജയത്തിനെതിരെയാണ് നിങ്ങൾ ജനങ്ങളെ വികാരം മാനിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മുന്നണി രൂപം കൊണ്ടിട്ടുള്ളത്. ഈ മുന്നണിയിൽ വേറെ പാർട്ടികളുണ്ടോ? കോൺഗ്രസും CPM അല്ലാതെ? CPM മാത്രമേ ഇപ്പോൾ ഉള്ളൂ. CPM എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളതല്ല. ഈ പേര് കോൺഗ്രസ് എന്ന് പറഞ്ഞാണ്ട് നമ്മൾ എന്തെല്ലാം. വി അബ്ദുറഹ്മാനാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം കാരണം എന്നാണ് ലീഗുകാർ പറയുന്നത്. തീർച്ചയായിട്ടും അതല്ല, തെറ്റാണ് ആ വാദം. കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ എന്തില്ല, 2 ടീമും പാടെ, അതായത് ലീഗും പിന്നെ കോൺഗ്രസും പാടെ ഒന്നിച്ച് ഇതുവരെ മത്സരിച്ചിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ നിൽക്കുമ്പോൾ CPM അതിനെ സംസ്ഥാന തലത്തിൽ കട്ടക്ക് എതിർക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത്? അല്ല, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി അല്ലേ, അതറിയാവുന്ന ഞങ്ങൾക്ക് ബാക്കി എന്താണ് ആലോചിക്കാനുള്ളത്? അല്ല, എല്ലാ നിലയിലും പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രാദേശിക കാര്യങ്ങൾക്കാണ് മുൻതൂക്കം. എല്ലാവർക്കും സംസ്ഥാന, ദേശീയ, അന്തർദേശീയ രാഷ്ട്രീയമൊക്കെ അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ എന്തിനാ മുൻതൂക്കം കൊടുക്കുക? ജനകീയമായ ആവശ്യങ്ങൾക്കാണ്, നാട്ടുകാരാവശ്യം. ശരി, അപ്പോ ജനകീയ മുന്നണി എന്ന പേരിൽ തന്നെ ഉണ്ട്, അതൊരു ജനകീയ ആവശ്യത്തിന്റെ പുറത്താണ് ഇവർ ഒന്നായതെന്ന് അല്ലേ? അപ്പോ എന്താ നിങ്ങൾ പറയാണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ചോദിച്ചു വി അബ്ദുറഹ്മാനാണ് ഇതിന്റെ കാരണം. 1958 ഈ പഞ്ചായത്ത് നിലവിൽ വന്നത്. ഇപ്പം 70 വർഷമായിട്ട്, ഈ 70 വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഇവിടെ UDF സംവിധാനം വന്നിട്ടില്ല.
വി അബ്ദുറഹ്മാൻ ഇവിടെ രംഗപ്രവേശം തുടങ്ങിയിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. ശരി, എന്തായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേരളം ഒന്നാകെ ഉറ്റുനോക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 3 തവണയും ഇവിടെ സംവിധാനമില്ലാതെയാണ് ലീഗ് ജയിച്ചത്. ഇക്കുറിയെങ്കിലും ജനകീയ മുന്നണിക്ക് ഇവിടെ ഭരണം പിടിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. അതെ, നമുക്കപ്പോൾ വോട്ട് പാതയിൽ മറ്റൊരിടത്ത്